ഹലോ ഡാ പാതു ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വരൂ. എടാ സൂസൻ അവൾ ആത്മഹത്യ ശ്രമിച്ചു. സ്റ്റെല്ല കണ്ടതുകൊണ്ട് കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചു. നീ ഒന്ന് പെട്ടെന്ന് വരൂ. ആരുല്ലടാ ഒരു സഹായത്തിന്. ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല. 2 ദിവസം കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റും. അവളുടെ റോഹനിലടാ, അവന് വേറെ റിലേഷൻ ഉണ്ടായിരുന്നു അവളുള്ളപ്പോൾ തന്നെ. അവളതറിഞ്ഞ് ഓരോന്ന് അങ്ങോട്ട് പറഞ്ഞ് ആകെ പ്രശ്നമായി. അവരവിടെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചതാ. എന്നിട്ടാണ് നൈറ്റ് അവൾ ഫ്ലാറ്റിൽ വന്ന് അവള് നൈറ്റ് റൂമിൽ വന്നപ്പോൾ തൊട്ട് നല്ല കരച്ചിലായിരുന്നു. ഞാൻ കൂടെ തന്നെ ഉണ്ടായിരുന്നതാ. ഇടയ്ക്ക് എൻ്റെ ശ്രദ്ധ ഒന്നും തെറ്റിയപ്പോഴാ അവള് ബാൽക്കണിന്ന്. അപ്പോഴാ ഞാൻ നിന്നെ വിളിച്ച. ഇനിയിപ്പോൾ പറഞ്ഞിട്ടെന്താ, ഒരു കണക്കിന് അവൾക്കത് വേണം. കൂട്ടുകാരി ബെറ്റർ ലൈഫ് നോക്കി പോയതല്ലേ. കുറച്ച് പണം കണ്ടാൽ തീരാവുന്നല്ലോ നിങ്ങളുടെ ആത്മാർത്ഥ പ്രണയം. നീ പറഞ്ഞ് പണമൊന്നും നോക്കാതെ ഒരുത്തനെയും വിശ്വസിച്ച് അവൻ്റെ കൂടെ ഇറങ്ങി വന്നോളാം ഞാൻ. അതുകൊണ്ടിപ്പോൾ വീട്ടുകാരുടെ മുന്നിലൊരു ശത്രുവിനെ പോലെ ഈ നാട്ടിൽ ഒറ്റയ്ക്ക് വന്ന് നിൽക്കേണ്ടി വന്നത്. കോളേജിൽ പഠിക്കുമ്പോഴാണ് ഞാനും അവന് റിലേഷൻ ആവുന്നത്. വീട്ടുകാർക്ക് സോ കോൾഡ് ഇഷ്യൂസ് എല്ലാം ഉണ്ടായിരുന്നു. അവരെല്ലാം എതിർത്താ ഞങ്ങൾ കല്യാണം കഴിക്കുന്നത്. ആദ്യം അതും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവന് സംശയമായി. പിന്നെ എനിക്ക് ആ വീട്ടിൽ ശ്വാസം വിടാൻ പോലും പറ്റുണ്ടായിരുന്നില്ല. പിന്നെ എന്നെ ഉപദ്രവിക്കാനും തുടങ്ങി. கேஷுவலாக தான் பேசிட்டு இருந்தோம். அவர் அதான் அவரடி பேச போறாங்க. பெரிய அறிவாளி பேசுறியா? நீ ஏதாவது அறிவு கட்டமா யோசிக்காத. உனக்கு தெரியலையா இருக்கா? என்னால இது பண்ண കഥോർക്ക് ഇവിടെ നിരന്നു. என்னடி பண்ணிட்டு இருந்த? படம் பார்க்குறியா? അല്ല ഡോക്ടർ, ഈ ആൻസൈറ്റിയുടെ സിവിയർ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. സിവിയർ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ടോണിക്ക് ഇമാജിനറി വേൾഡും റിയൽ ലൈഫും തമ്മിൽ തിരിച്ചറിയാനുള്ള ടൈം സ്പാൻ വളരെ കുറവായിരിക്കും. അവൻ്റെ കൺമുമ്പിൽ കാണുന്ന എല്ലാ ജീവിതങ്ങളിലും അവനവനെ തന്നെ കാണുന്നു. ഇപ്പോൾ ടോണി എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നോ അവൻ ആരാണെന്നോ നമുക്ക് പറയാൻ സാധിക്കില്ല. ടോണിക്ക് അവൻ്റെ പാസ്റ്റിൽ സംഭവിച്ച ഇൻസിഡൻറ്റിനെ തുടർന്നുണ്ടായ ട്രോമയിൽ നിന്നും ഇതുവരെ പുറത്തു കടക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ട്രോമ ഇന്ന് അവനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്.
ഫോണിൽ കൂടെ പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളൂ. റോഹൻ്റെ കൂടെ ഞാൻ നല്ല ഹാപ്പിയാണ്, നിൻ്റെ കൂടെ എനിക്കതില്ല. ഇനി ഇതിനൊരു ക്ലാരിറ്റി വേണമെന്ന് പറഞ്ഞ് എൻ്റെ പിന്നാലെ വരരുത്. ഇവിടെ തീരാനല്ല. ഭയം പോല തോണിനാലും അത്